ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങി 10 മാസം പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംഭവവാസമാണ് ഈ മണിക്കൂറുകളിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ചീഫ്, ഹമാസിൻ്റെ മുൻ തലവൻ എന്ന് വേണമെങ്കിൽ പറയാം, ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ കൊല്ലപ്പെട്ട സ്ഥലം തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. ഇറാനിലെ ടെഹ്റാനിൽ ഇറാനിയൻ പ്രസിഡന്റ് ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിന് നേരെ ബോംബ് വർഷം നടത്തി അദ്ദേഹത്തെ വധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ പേര് എവിടെയും സംസാരിച്ചിട്ടില്ല. സിയോണിസ്റ്റുകൾ കൊലപ്പെടുത്തിയെന്ന ആരോപണമാണ് ഇറാനും ഹമാസും ഒക്കെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഇസ്രായേൽ ഹമാസ് യുദ്ധം അതീവ രൂക്ഷമാകാനുള്ള കാരണമായിട്ട് മാറും. പ്രത്യേകിച്ച് ഇസ്മയിൽ ഹനിയ എന്ന് പറയുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ നേതാവാണ്. അദ്ദേഹം 2007 വരെ ഹമാസിൻ്റെ പൂർണ്ണ ചുമതലയുള്ള തലവനായിരുന്നു. അദ്ദേഹം മാറിയ ശേഷമാണ് യഹിയ സിൻവാർ ആ സ്ഥാനത്തെത്തിയത്. എന്നാലും സുവോ മോട്ടോ എന്നൊക്കെ പറയുന്ന പോലെ അദ്ദേഹം തന്നെയായിരുന്നു ഇതിൻ്റെ തലപ്പത്ത്. ഒക്ടോബർ 7-ന് ഇസ്രായേലിലേക്ക് ഹമാസ് ഒരു വലിയ ആക്രമണം, 100 കണക്കിന് റോക്കറ്റുകളുമായി ആക്രമണം നടത്തി 1200 ഇസ്രായേലികളെ ഒറ്റ ദിവസം കൊണ്ട് വധിക്കുകയും 300-ലേറെ പേരെ ബന്ദികളായി കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ഇസ്മയിൽ ഹനിയാണെന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇസ്മയിൽ ഹനിയയെ വധിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇസ്രായേൽ. ഇസ്മയിൽ ഹനിയയുടെ മക്കളെ അവർ കാർ ഓടിച്ചു പോകുമ്പോൾ ഗസയിൽ തന്നെ വധിച്ചിരുന്നു. അതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വേണം ഇസ്മയിൽ ഹനിയയുടെ കൊലപാതകത്തെ കാണാൻ. പ്രത്യേകിച്ച് ഹമാസിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നതും ആയുധം നൽകുന്നതും എല്ലാം ഇറാനാണ്. ഇറാനിൽ പുതിയ പ്രസിഡന്റായി മസൂദ് പെഷഷ്കിയാൻ സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹം എവിടെ പോകുന്നു, എവിടെ വരുന്നു. പ്രത്യേകിച്ച് ഈ പ്രസിഡന്റിൻ്റെ ഈ ചടങ്ങിൽ, അദ്ദേഹം ചുമതലയേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഇറാൻ്റെ പുതിയ പ്രസിഡന്റുമായിട്ട് 1-to-1 ചർച്ച നടത്തി. അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു. അവിടുത്തെ പാർലമെൻറ്റ് അംഗങ്ങളുമായിട്ട് കണ്ടു. അതിനുശേഷം അദ്ദേഹം വീട്ടിലെത്തുന്നു. അതിനുശേഷമാണ് ഈ തരത്തിൽ വ്യോമാക്രമണം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡ് കൊല്ലപ്പെട്ടു. എന്തായാലും ഇസ്മയിൽ ഹനിയയെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് പെഷഷ്കിയാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ രക്തത്തിൻ്റെ ഇത് വെറുതെ ആവില്ല, അദ്ദേഹം രക്തം ചൊന്തിയത് വെറുതെ ആവില്ല, ഇറ്റ് വിൽ നോട്ട് ബി എ വേസ്റ്റ്, അതിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ഇറാനാണ് ഹമാസിന് ആയുധങ്ങളും പിന്തുണയും നൽകുന്നത്, ഹെസ്ബുള്ളയ്ക്ക് പിന്തുണ നൽകുന്നത്, ആയുധങ്ങൾ നൽകുന്നത്, അതുപോലെ യമനിലെ ഹൂതികളെ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇറാന് നേരെയുള്ള ഒരു ആക്രമണമായിട്ടാണ് കാണുന്നത്. കാരണം ഇറാൻ്റെ മണ്ണിൽ ചെന്ന് ടെഹ്റാനിൽ അടിച്ചിരിക്കുന്നു. നേരത്തെ ടെഹ്റാനിൽ ഇതുപോലെ ആക്രമണം നടത്തിയതിന് അവർ തിരിച്ചടിച്ചിരുന്നു. പ്രത്യേകിച്ച് സിറിയയിലെ 2 ഇറാൻ്റെ ജനറൽമാരെ കൊലപ്പെടുത്തിയിരുന്നു. സിറിയയുടെ ക്യാപിറ്റൽ തലസ്ഥാനമായ ഡമാസ്കസിൽ ചെന്ന് ഇസ്രായേൽ വിമാനങ്ങൾ. അതിന് തിരിച്ചടിയായി 100 കണക്കിന് മിസൈലുകളാണ് ഇറാനിൽ നിന്ന് അയച്ചത്. ഇതുപോലെ ഒരു അറ്റാക്ക് ഇറാൻ നടത്താനുള്ള സാധ്യത വളരെ ശക്തമാണ്. അപ്പോൾ ഈ യുദ്ധം ഗസയിൽ നിന്ന് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് മാറുമോ എന്നാണ് ഭയപ്പെടേണ്ടത്. അങ്ങനെ വന്നാൽ ഇതൊരു വല്ലാത്ത തരത്തിലേക്ക് പോകും. ഇറാൻ്റെ പിന്നിൽ ചൈനയുണ്ട്, റഷ്യയുണ്ട്. പ്രത്യേകിച്ച് ഈ കൊലപാതകത്തിൽ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം റഷ്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഹമാസ് തിരിച്ചടിക്കും. അവരിപ്പോൾ തന്നെ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനറൽ സ്ട്രൈക്ക് അവർ വെസ്റ്റ് ബാങ്കിൽ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹനിയ ചില്ലറക്കാരനല്ല. അദ്ദേഹം നേരത്തെ പാലസ്തീനിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പാലസ്തീൻ്റെ ഫത്ത എന്ന ഔദ്യോഗിക സംഘടനയെ തോൽപ്പിച്ച് ഹമാസ് പാലസ്തീൻ്റെ ഭരണം പിടിച്ചടക്കിയതാണ്. അന്ന് തലപ്പത്ത് ഇസ്മയിൽ ഹനിയായിരുന്നു. അദ്ദേഹത്തെ പാലസ്തീൻ അതോറിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് അബ്ബാസ് അത് സ്വീകരിച്ചില്ല. അദ്ദേഹത്തിനൊടുവിൽ രാജിവെച്ച് മാറുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്നാലും അദ്ദേഹം വെസ്റ്റ് ബാങ്കിൽ നിന്ന് മാറിയെങ്കിലും ഗസയുടെ സർവാധിപതിയായിട്ട് വാഴുകയായിരുന്നു 2007 വരെ. എന്തായാലും അത്രയും സ്വാധീനമുള്ള ഹമാസിൻ്റെ ഇടയിൽ ഇറാനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ വളരെ ശക്തനായിട്ടുള്ള ആളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ യുദ്ധം ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം
ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അവകാശപ്പെടാം 1200 പേരെ ഒക്ടോബർ 7 വധിച്ച നേതാവിനെ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാവിനെ ഞങ്ങളിതാ തെരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ഇങ്ങനെയുള്ള ഓപ്പറേഷൻ നടത്തുന്നതിൽ ലോകത്തിലെ 1-ാം നമ്പർ കക്ഷികളാണ്. പണ്ട് ഉഗാണ്ടയിലേക്ക് ഇസ്രായേൽ വിമാനം തട്ടിക്കൊണ്ടുപോയപ്പോൾ എൻഡബയിൽ പോയി കമാൻഡോസിനെ ഇറക്കി വിമാനം മോചിപ്പിച്ച വളരെ അമ്പരപ്പിക്കുന്ന ദൗത്യം നടത്തിയവരാണ് ഇസ്രായേലിൻ്റെ മൊസാദ്. അതുപോലെ തന്നെയാണ് ഇറാൻ്റെ ഏറ്റവും ശക്തനായിരുന്ന സൈന്യാധിപൻ സൊലൈമാനിയെ, അദ്ദേഹം ബാഗ്ദാദ് എയർപോർട്ടിലിറങ്ങി അദ്ദേഹം ഇറാനിലേക്ക് വന്നുകൊണ്ടിരിക്കെ ബാഗ്ദാദ് എയർപോർട്ടിന് സമീപം വെച്ച് കൊലപ്പെടുത്തിയിരുന്നു. അതിൻ്റെ പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമായിരുന്നു. അത് അന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് സുലൈമാനിയെ ലേസർ ഗൈഡഡ് മിസൈൽ അയച്ച് വാഹന വ്യൂഹത്തിന് നേരെ കൃത്യമായിട്ട് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് ലേസർ അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാഹനം തന്നെ തകർക്കുകയായിരുന്നു. അങ്ങനെയാണ് സുലൈമാനിയെ കൊലപ്പെടുത്തിയത്. അന്ന് ഇറാൻ പറഞ്ഞു ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നത്. പിന്നീട് അവരുടെ ഇറാൻ്റെ ആണവശാസ്ത്രത്തിൻ്റെ പിതാവായിട്ട് അറിയപ്പെടുന്ന ഫക്രിസാദെ, അദ്ദേഹം ടെഹ്റാനിലെ തിരക്കേറിയ വീതികളിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ബാക്കിയുള്ളവർക്ക് പോലും ടച്ച് ചെയ്തില്ല. ഇന്ന ആളെ കൃത്യമായി ഫേസ് റെക്കഗ്നീഷൻ ടെക്നിക്ക് വെച്ച് കണ്ടുപിടിച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ഇറാൻ പ്രസിഡന്റിൻ്റെ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഇറാനിൽ വസതിയുണ്ട് ഖനയ്ക്ക്, ആ വസതിയിൽ വെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ചാരക്കണ്ണുകൾ എവിടെയും എത്തുന്നു എന്നുള്ളതാണ്. ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങളുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്തിയപ്പോൾ ഇവരുടെ ജീവിതത്തിന് അധികം ദിവസങ്ങളില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇതാ ഞങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ യോയഫ് ഗാലന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായും പശ്ചിമേഷ്യ കൂടുതൽ കത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ മർഡറാണെന്ന് റഷ്യ അടക്കം പറയുമ്പോൾ ഇത് വേറൊരു തലത്തിലേക്ക് ഇത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയ്ക്കും അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾ യൂറോപ്പിനൊക്കെ ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഇത് എസ്കലേറ്റ് ചെയ്യരുത്, യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകരുത്. ജോ ബൈഡൻ വാണിംഗ് കൊടുത്തിരുന്നു നെതന്യാഹുവിന്. പക്ഷെ ഇതൊന്നും കേൾക്കാൻ നെതന്യാഹു തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ഇസ്രായേൽ 2 കൽപ്പിച്ചുള്ള നിലപാടിൽ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഈ ഒരു കൊലപാതകത്തെ അനുകൂലിക്കുമെന്ന് തോന്നുന്നില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് വെടിനിർത്തലിന് സാധ്യത തെളിഞ്ഞു നിൽക്കുകയാണ്. ഹമാസിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ ധാരണ പൊളിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. അത് പൊളിക്കാൻ വലതുപക്ഷ തീവ്രവാദികൾ നടത്തിയ നീക്കത്തിൻ്റെ ഭാഗമാണെന്നുള്ള ആരോപണം കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേലിലെ കുറേ സൈനികർക്കെതിരെ ഈ മണിക്കൂറുകളിൽ നടപടിയെടുത്തിരുന്നു. അവർ പലസ്തീനി തടവുകാരെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണം വന്നതിനെ തുടർന്ന് ഇസ്രായേലിലെ സൈന്യം തന്നെ 11 പേർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിച്ചിരുന്നു. അവരെ പുറത്താക്കി ജയിലിലടച്ചു. അതിനെതിരെ ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ഹമാസിൻ്റെ നേതാവിനെ കൊലപ്പെടുത്തുമ്പോൾ ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. വയനാട് ഉണ്ടായിട്ടുള്ള ദുരന്തം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിറയുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഉത്തരാഖണ്ഡിലെ വലിയ വേഴ്സ്റ്റായിട്ടുള്ള ദുരന്തം ഇതുപോലെയുള്ള ഉരുൾപൊട്ടലിൽ ഉണ്ടായത് 1998 ഉത്തരാഖണ്ഡിലുണ്ടായ ആ ഉരുൾപൊട്ടലിൽ 221 പേരാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ തന്നെ ഇവിടെ വയനാട് നടന്ന ഉരുൾപൊട്ടലിൽ മരണസംഖ്യ മൃതദേഹങ്ങൾ കണ്ടെടുത്തതനുസരിച്ച് 170 കവിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇനിയും ഒരുപാട് പേർ മണ്ണിനടിയിലുണ്ടെന്ന് പറയുന്ന ഒരുപാട് പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. മരണസംഖ്യ 300-നും 400-ൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് കൂടുമെന്ന് വരെ ഉള്ള പ്രവചനങ്ങൾ വരുന്നുണ്ട്. ആശങ്കപ്പെടുത്തുന്നതും വളരെ സങ്കടകരവുമായിട്ടുള്ള വാർത്തയാണത്. അപ്പോൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന നിലയിലേക്കായിരിക്കും ഇത് പോകുന്നത്. എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ BBC-യിൽ, CNN-ൽ, അൽ ജസീറയിൽ, അതുപോലെ തന്നെ അമേരിക്കയിലെയും യൂറോപ്പിലെയും ഗൾഫിലെയും മറ്റു രാജ്യങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ, പത്രമാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ വാർത്തയായിരിക്കുന്നു. അപ്പോൾ അതേ ചൊല്ലിയുള്ള കാരണങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആഗോള തലത്തിലുള്ള ശാസ്ത്രജ്ഞൻ പറയുന്ന ഒരു കാര്യം, അറേബ്യൻ കടലിൽ ഉണ്ടായിട്ടുള്ള വാർമിംഗ് അല്ലെങ്കിൽ ചൂട് കൂടിയത് മൂലമുള്ള മഴ, ഒരു മാസം കൊണ്ട് പെയ്യുന്ന മഴ ഒരു ദിവസം പെയ്യുക, അതിന് കാരണം ആഗോള താപനമാണ്. അപ്പോൾ ആഗോള താപനത്തിൻ്റെ ഭാഗമായി അറബിക്കടലിനുണ്ടായിട്ടുള്ള വാർമിംഗ് അല്ലെങ്കിൽ അവിടുത്തെ ചൂട് കൂടിയതും
വലിയ രീതിയിൽ കനത്ത രീതിയിലുള്ള മഴയും ഉണ്ടായതാണ് അതിന് ഒരു കാരണമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ അവർ എടുത്തു പറയുന്ന ഒരു കാര്യം, ഈ മാധവ് ഗാഡ്ഗിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ പശ്ചിമഘട്ടത്തിൽ നടന്നിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, അവിടെ കെട്ടിടങ്ങൾ കെട്ടിയത് വളരെ എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള പരിസ്ഥിതി ലോല പ്രദേശത്ത് നടന്ന കൺസ്ട്രക്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ രീതിയിലുള്ളൊരു ആഘാതം, ഇത് രണ്ടും കൂടി ചേർന്നാണ് വയനാട് ഈ തരത്തിലുള്ള ദുരന്തമുണ്ടായിരിക്കുന്നത്. അവിടെ പല മേഖലകളും ഇനി ഈ രീതിയിൽ ദുരന്തമുണ്ടാവും. അപ്പോൾ അവിടുത്തെ കാട് നശിപ്പിച്ചത്, അവിടെ വലിയ രീതിയിൽ കെട്ടിടങ്ങൾ കെട്ടിയതൊക്കെ ഇതിൻ്റെ ഒരു കാരണമാവാം. പക്ഷെ അതിനേക്കാളും വലിയ കാരണമായിട്ട് ആഗോളതലത്തിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ കൂടിയ ഉപയോഗവും ആഗോള താപനവും. ഇത് വലിയ ചർച്ചാ വിഷയമാണ് ലോകമെമ്പാടും, ഗ്ലോബൽ വാർമിംഗ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് കാണിക്കുന്നത്. കാരണം അറബിക്കടലിൽ നിന്ന് ഇതുപോലെ ചൂട് കാറ്റടിച്ച് അല്ലെങ്കിൽ ക്ലൗഡ് ഫോം ചെയ്ത് ഇത്രയും വലിയ മഴ ഉണ്ടാവുന്നത് വളരെ, ഇപ്പോൾ കേരളത്തിൽ 2 തവണ പ്രളയമുണ്ടായതാണ്. അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടാവുന്നു. അപ്പോൾ ഇത് ആശങ്കപ്പെടുത്തുന്നതാണ് എന്നുള്ള രീതിയിൽ ഇന്ത്യക്കകത്ത് പുറത്തു നിന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഇവരെ രക്ഷിക്കാനായിട്ട് ഇന്ത്യൻ സൈനികർ, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർ, കേരളത്തിൽ നിന്നുള്ള പോലീസ്, ഫയർഫോഴ്സ്, ഇങ്ങനെ അടക്കം ജനങ്ങളടക്കം എല്ലാം ഇറങ്ങിയിരിക്കുന്ന ആ പ്രവർത്തനത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്ലാഘിക്കുന്നുണ്ട്, പ്രശംസിക്കുന്നുണ്ട്. എന്തായാലും കുറേ പേരെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷെ മണ്ണിനടിയിൽ കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക ശ്രമകരമായ ദൗത്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളമൊഴുകുന്നത് കൊണ്ട് ഒറ്റപ്പെട്ടു പോയ മേഖലകളിലേക്ക് കടന്നുകല മുണ്ടക്കൈയിലാണ് ഏറ്റവും വലിയ ഇതുണ്ടായിരിക്കുന്നത്. അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പലരും കെട്ടിടങ്ങൾക്ക് ഉള്ളിൽ കുടുങ്ങിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ മണ്ണിനടിയിൽ പെട്ടുപോയിരിക്കുന്നു. ഒരുപാട് പാറക്കല്ലുകൾ ഒലിച്ചിറങ്ങി അതിൻ്റെ അടിയിൽ ആൾക്കാരുണ്ടെന്ന് പറയുന്നു. എന്തായാലും അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു, ദേശീയ മാധ്യമങ്ങൾ ചർച്ചയായിരിക്കുന്നു. അപ്പോൾ ഇത് വല്ലാത്ത ശ്രദ്ധത്തിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സും അവർ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയാവുന്നുണ്ട്. എന്തായാലും സങ്കടകരമായ വാർത്തയാണ്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ വയനാടിലെ ദുരന്തം തന്നെയാണ്.